ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡ് സ്റ്റിൽ ഈ മാർക്കറ്റിൽ ഇത്രയും എന്താ പറയുക ആ ഒരു പഴയ തലയെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി. അപ്പ് സ്കില്ലിങ് ചെയ്തു വരുന്ന ആൾക്കാരെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതർവൈസ് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഞാനിപ്പം വൈഫട്ടായിട്ട് പോകുമ്പോൾ അവർ ആ ബിൽഡിങ് നമ്മൾ ചെയ്തതാണ്, ഈ ബിൽഡിങ് മതി തള്ളുന്നത്. ഹായ് ഹലോ, എൻ്റെ പേര് ജുബൈർ എന്നാണ്. ഞാൻ ഫൗണ്ടർ ഓഫ് കാർബൺ ബ്ലൂ ഗ്ലോബൽ, ആർക്കിമിഡീസ് ആൻഡ് എഞ്ചിനീയർ നെക്സ്റ്റ്. ഞാൻ 3 കമ്പനി ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക്കലി കണ്ണൂരുകാരനാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ 13+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഗ്രാജുവേറ്റഡ് ആയത് NIT കാലിക്കറ്റിൽ നിന്നാണ്. എൻ്റെ പേര് ജാവേദ് എന്നാണ്. ഞാൻ ബേസിക്കലി കോഴിക്കോട്ടുകാരനാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് എറണാകുളത്താണ്. NIT ഇൻറ്റീരിയേഴ്സ് ആണ് എൻ്റെ കമ്പനിയുടെ പേര്. ഞാനൊരു 13 വർഷമായിട്ട് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആളാണ്. എൻ്റെ എഞ്ചിനീയറിംഗ് ഞാൻ കഴിഞ്ഞത് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു, പാലക്കാട്. അതിനുശേഷം അഡ്വാൻസ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിക്മാർന്ന് പൂനെ ക്യാമ്പസിൽ വെച്ചിട്ട് PG എടുത്തു. അതാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ബേസിക്കലി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആദ്യമായിട്ടാണ് അല്ലേ? കറക്റ്റ്. നമ്മൾ ഒരുപാട് ബിസിനസ്സിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മളുടെ ഇൻസൈറ്റും നമ്മളുടെ വിഷനൊക്കെ ഒരുപാട് അലൈൻഡാണ്. അപ്പം ബേസിക്കലി ഞാൻ ചോദിക്കാൻ വിട്ടുപോയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ. ഓക്കെ, ജാവേദിൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ട്. അതിലൊന്നാണ്, ജാവേദ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് എടുത്തത്? സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് എങ്ങനെ വന്നത് അല്ലേ? അത് കണ്ട് ഞാൻ എൻ്റെ ആൻസർ പറയാം. ഓക്കെ, നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ എൻ്റെ സ്വദേശമായിട്ടുള്ള കാരന്തൂരിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ചെറുപ്പത്തിലൊക്കെ പറയുന്നത് പ്ലാൻ വരയ്ക്കുന്ന ആൾ എന്നുള്ള നിലക്കായിരുന്നു. അപ്പോൾ ഞാനൊരു 4th സ്റ്റാൻഡേർഡിൽ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലത്തെ എനിക്ക് എന്താവണം എന്ന് ആൾക്കാർ ചോദിക്കല്ലോ, വാട്ട് ഈസ് യുവർ അംബിഷൻ എന്നുള്ളതൊക്കെ. അപ്പോൾ അന്നേ എനിക്ക് എൻ്റെ ആ താല്പര്യം, എൻ്റെ ആഗ്രഹം സിവിൽ എഞ്ചിനീയറിംഗ് ആവണം, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആവണം എന്ന് തന്നെയായിരുന്നു. അതാണ് പിന്നെ തുടർന്ന് 10th കഴിഞ്ഞപ്പോഴും +2 കഴിഞ്ഞപ്പോഴും അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളായിരുന്നു ചെയ്തു തന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ഡ്രീമായിരുന്നു, അല്ലെങ്കിൽ ആവണം എന്നുള്ള ഒരു സാധനമായിരുന്നു സിവിൽ എഞ്ചിനീയർ എന്നുള്ളത്. അതിവിടെ വരെ എത്തി, അങ്ങനെ ആയി. ഗ്രേറ്റ്. സോ ഒരു പാഷനേറ്റായിട്ട് തന്നെയാണ് ജാവേദ് വന്നിട്ടുള്ളതല്ലേ? അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങളെ കേസ് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു കോമഡിയാണ് സത്യം പറയാലോ. ബേസിക്കലി എനിക്ക് NIT കിട്ടി. അതുപോലെ തന്നെ എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് NIT കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് CET മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ +2 കഴിഞ്ഞ എൻട്രൻസ് കഴിഞ്ഞു. ഓക്കെ. സോ ആദ്യം ഞാൻ ചൂസ് ചെയ്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഓക്കെ, എനിക്ക് കൺസ്ട്രക്ഷനെ പറ്റി വലിയ അറിവൊന്നുമില്ല. എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം എന്താ പറയുക, എൻ്റെ ഒരു അങ്കിൾ മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി വാസ് വർക്കിംഗ് ഇൻ ആർമി. ഓക്കെ. സോ ആ ഒരു ഇതിൽ മൂപ്പരെ എല്ലാവർക്കും ഭയങ്കര ഫാമിലിയിൽ ഭയങ്കര റെസ്പെക്റ്റാണ്, ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി കഴിഞ്ഞാൽ ആർമിയിലൊക്കെ പോവാം, ഇതായിരുന്നു. ബട്ട് എൻ്റെ ബ്രദറും NIT കാലിക്കറ്റിൽ മെക്കാനിക്കൽ ഉണ്ടായിരുന്നു. ഓക്കെ. സോ കാലിക്കറ്റാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് അവിടെ ഉണ്ട് പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയത്. ഓക്കെ. ബേസിക്കലി എനിക്ക് വലിയൊരു വിഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത്. സിവിൽ എഞ്ചിനീയറിംഗിന് ഒന്നും അറിയില്ലായിരുന്നു. ഓക്കെ. പക്ഷേങ്കിൽ ഞാനിത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് വളരെ എന്താ പറയുക, ഒരു ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡ് സ്റ്റിൽ ഈ മാർക്കറ്റിൽ ഇത്രയും എന്താ പറയുക ആ ഒരു പഴയ തലയെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽഡ് ആകുമ്പോൾ കറക്റ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി. അത് പിന്നെ കുറച്ചും കൂടി പഠിക്കണം എന്നായി. സ്റ്റഡി നെവർ എൻഡ്സ്. നമ്മളിങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫീൽഡിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് എനിക്ക് എന്താ പറയുക, ഒരു ബിൽഡിങ് ഇങ്ങനെ നമ്മളിങ്ങനെ പൊന്തി വരുന്നത് കാണുമ്പോഴും നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ആ ബിൽഡിങ് ഞാൻ വർക്ക് ചെയ്തതാണ്. ഞാനിപ്പം റിയാദ് മെട്രോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ITCC കോംപ്ലക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലുസൈൽ പ്ലാസ നമ്മളെ വേൾഡ് കപ്പ് നടന്ന ഖത്തറിലുള്ള അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളിങ്ങനെ കാണുമ്പോൾ വി ക്യാൻ ഫീൽ പ്രൗഡ്. അതിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയെന്നുള്ളൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടല്ലോ. കറക്റ്റാണ്. സോ അതാണ് എന്നെ ഇപ്പോഴും ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നിർത്തിക്കുന്നത്. ആക്ച്വലി അപ്പോൾ നിങ്ങൾ പറഞ്ഞതിലുള്ളൊരു പോയിന്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഓരോ ബിൽഡിങ്ങും ഓരോ ഫ്ലോർ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കുറേ എഞ്ചിനീയറിംഗ് സ്ട്രീംസ് കാണും, അതിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ മാത്രമാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഇലക്ട്രിക്കലാവട്ടെ, ഞാനത് മോശമാക്കിയിട്ട് പറയുന്നതല്ല, നമുക്ക് ഓരോ ഫ്ലോർ, ഇപ്പോൾ ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണിനെ പറ്റിയാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും ഏത് കോൺക്രീറ്റ് എന്താണ്, ആ കാര്യങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. അതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അതേപോലെ തന്നെ
പഠിക്കാനും കുറേയും കൂടെ ഒക്കെ എളുപ്പമുള്ള ഒരു ഫീൽഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ശരിയാണ്, ബട്ട് മേ ബി എന്താ പറയുക, ബാക്കിയുള്ള ഫീൽഡ് നമ്മൾ പഠിക്കാത്തതുകൊണ്ടായിരിക്കാം. കറക്റ്റ്, സബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ്. പിന്നെ വേറെ കോമഡി ഉണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ, ഞാനിപ്പം വൈഫട്ടായിട്ട് പോകുമ്പോൾ, നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയും, ആ ബിൽഡിങ് നമ്മൾ ചെയ്തതാണ്, ഈ ബിൽഡിങ് മതി തള്ളുന്നു. അത് ശരിയാട്ടോ, അത് ശരി. അത് വളരെ കുറവ്. പക്ഷെ നമുക്കൊരു പ്രൗഡ് ഫീലാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ മെട്രോ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും ഇത് അത് ഇതെന്നൊക്കെ പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുന്നൊരു സംഗതിയാണ്. ഓക്കെ. സോ ഇനിയിപ്പം യു ആർ റണ്ണിങ് ഇൻഡസ്ട്രിയൽ കമ്പനി, എങ്ങനെയാണ് ഇന്റീരിയർ കോൺട്രാക്ട് എങ്ങനെയാണ് ആസ് എ ഇനാറ്റി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബിസിനസ് സക്സസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. സിവിൽ എഞ്ചിനീയറിംഗിൽ കരിയർ പെർസ്യൂ ചെയ്തുകൊണ്ട് വന്നു. പി ജിക്ക് ശേഷം ഞാനൊരു 4-5 കമ്പനിയിൽ വർക്ക് ചെയ്തു. ഏകദേശം എൻ്റെ കരിയറിൽ ഞാനൊരു 7 years ഡിഫറെൻറ്റ് കമ്പനീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്തു. 2021 റിസൈൻ ചെയ്തിട്ട് പുതിയൊരു കമ്പനി തുടങ്ങി. ഞാൻ തുടങ്ങിയത് അത് ഇൻറ്റീരിയർ കോൺട്രാക്റ്റിംഗ് കമ്പനി ആയിരുന്നില്ല. ഞാനതൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു റെസിഡൻഷ്യൽ കോൺട്രാക്റ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഇൻറ്റീരിയർ കോൺട്രാക്റ്റിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അത് കുറേയും കൂടെ എന്താ പറയുക, ടഫാണ്. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും, അത് സോൾവ് ചെയ്യുക. അതാണല്ലോ നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഏറ്റവും ടോപ്പിൽ നമ്മൾ ഉണ്ടാവണം. അതല്ല, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആൾ പല കാര്യങ്ങളെ പറ്റിയും നമ്മുടെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും നിറഞ്ഞു നിൽക്കുമ്പോൾ അവരും ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും. പുതിയ മെറ്റീരിയൽസ് തന്നെ അവർക്ക് ആൻസർ കിട്ടും. കറക്റ്റ്. അപ്പോൾ അങ്ങനത്തെ പല സംഗതികളും ഉണ്ട്. അപ്പോൾ അവർ നമ്മളെടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന് എക്സാക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പോയി. അപ്പോൾ അത് എന്ന് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കും. ആ ചലഞ്ചിൻ്റെ കൂടെ നമ്മളത് നിൽക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്നു, എൻജോയ് ചെയ്തു. പിന്നെ അതേപോലെ നിങ്ങൾ AI കേസ് പറയുന്നത്, AI എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടു. അല്ല, നിങ്ങളെ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഈ CBGയിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടത്? ബേസിക്കലി ഐ ഡോണ്ട് നോ, NITയിൽ പഠിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. യൂഷ്വലി NITയിൽ എല്ലാ ആൾക്കാർക്കും ഒരു വിഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 3rd year അവർക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ആഫ്റ്റർ ദിസ് കോഴ്സ് എന്താണെന്നുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എനിക്കും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡ് എന്ന് വെച്ചാൽ ബിസിനസ് എന്നുള്ള ഒരു മൈൻഡായിരുന്നു ഫുൾ ടൈം. എനിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ആദ്യം ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ പ്ലാൻ ചെയ്തത് നമ്മളെ ക്രോസൻ്റ് ഇല്ലേ, ക്രോസൻ്റ് ഇപ്പോഴാണ് മറ്റേ ഇവരൊക്കെ വന്നിട്ടുണ്ട്, മനസ്സിലായി, ബ്രിട്ടാനിയൻ്റെ, അതുണ്ടാക്കാനുള്ള ബിസിനസ് പ്ലാൻ ചെയ്തു. കോളേജ് 4th year സംഭവം പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് പൈസ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ പൈസ ഒന്നുമില്ല, പ്ലാനിങ് മാത്രമായി, ഡ്രോപ്പായി. അങ്ങനെ ഞാൻ ജോബ് നോക്കി, കിട്ടി. അങ്ങനെ ഞാൻ സൗദിയിൽ പോയി. നല്ല സാലറി ഉണ്ടായിരുന്നു എനിക്ക്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആസ് എ ഫ്രഷർ ഓൾമോസ്റ്റ് 5,000 റിയാൽ ഇനീഷ്യൽ സാലറി ഉണ്ടായിരുന്നു സൗദിയിൽ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിരുന്നു. ഓക്കെ, നല്ല പൈസ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഞാൻ മൊബൈലൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ക്യാഷ് ഉണ്ടല്ലോ, എന്ത് ചെയ്യാം. അങ്ങനെ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ആ 8 o'clock പോയിട്ട് ഒരു 5 o'clock തിരിച്ച് വരിക, ആ ഒരു ഇതിൽ പൈസ അക്കൗണ്ടിലുണ്ട്, എന്തോ ഒരു നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവണില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ള പ്ലാനിലായി. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു. നമ്മൾ ഹണിയുടെ ബിസിനസ് പ്ലാൻ ചെയ്തു. അതുപോലെ തന്നെ എന്താണ് ടീ പൗഡറിൻ്റെ ബിസിനസ് പ്ലാൻ ചെയ്തു, ഡേറ്റ്സിൻ്റെ പ്ലാൻ ചെയ്തു. അവസാനം നമ്മളൊരു ലെഷർ വിയറിലേക്ക് എത്തി. കമ്പനിക്ക് രജിസ്റ്റർ ചെയ്തു, ലെഷർ വിയറിലെത്തി. എന്നിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡാണ് ലെഷർ വിയർ എന്ന് പറഞ്ഞാൽ. ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, ഡ്രസ്സ് എവിടെ കിടക്കുന്നത്, ഞാൻ എവിടെ കിടക്കണത് അറിയില്ല. പൊട്ടിപ്പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞു. എഗെയിൻ ഞാൻ ജോബിലേക്ക് പോയി. അത് കുറച്ച് നാളെ ചെയ്തിട്ടുള്ളൂ. ബിസിനസ് മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് ജോബിലേക്ക് പോയി. എഗെയിൻ ജോബ് ചെയ്തിട്ട് അതിൻ്റെ പാരലലി ഞാൻ 2 കമ്പനി വേറെ സ്റ്റാർട്ട് ചെയ്തു. അത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണ്. പക്ഷേ എങ്കിൽ ജോബിൻ്റെ കൂടെ ഒരു കമ്പനിയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് ടൈം ലിമിറ്റ് ഉണ്ട്. ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് എന്താ പറയുക, ഞാൻ ആ കമ്പനിയിൽ കുറച്ചും കൂടി കീ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത്
ഇപ്പം ഓഫ് കോഴ്സ് ജോബ് കിട്ടിയിരുന്നു, വർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീറ്റിങ്ങിന് വിളിച്ചു. മീറ്റിങ്ങിന് പോകാൻ പറ്റുന്നില്ല, ഇവിടെ വേറെ മീറ്റിംഗ് ക്ലാഷ് കിടക്കുകയാണ്, കമ്പനീൻ്റെ മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് ചെയ്യണം. അങ്ങനെ അതൊക്കെ ഡ്രോപ്പ് ചെയ്തു, മൊത്തം ഡ്രോപ്പ് ചെയ്തു. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 6 മന്ത്, കല്യാണം കഴിഞ്ഞ ഒരു 6 മന്ത് പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. 6 മന്ത് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പോഴുള്ള എൻ്റെ പാർട്ണർ, അവനിങ്ങനെ ചോദിച്ചു, എടാ നമുക്കൊരു കോൺട്രാക്റ്റിംഗ് കമ്പനി തുടങ്ങിയാലോ എന്നുള്ളത്. സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ സമയത്താണെങ്കിൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല സാലറി തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഐ നോട്ട് സാറ്റിസ്ഫൈഡ്. ആ ഒരു ഇതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവണില്ല. ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനി തുടങ്ങാനുള്ള രീതിയിലാണ് തുടങ്ങിയത്. സോ എനിക്ക് 3 മന്ത് നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നു. ഈ 3 മന്ത് നോട്ടീസ് പീരീഡിൽ ഞാൻ പറഞ്ഞു നമുക്ക് കോൺട്രാക്റ്റിങ്ങിന് മുമ്പ് നമുക്കൊരു ബ്രാൻഡ് ബിൽഡിങ്ങിന് കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതാണ് CBG എഞ്ചിനീയറിംഗ് സർവീസ് എന്നുള്ള കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എന്ത് ടൈപ്പ് കൺസൾട്ടൻസി ആയിരുന്നു? നമ്മുടെ എൻ്റെ കോർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ QS ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് QS ആയിരുന്നു. QS കൺസൾട്ടൻ്റ്. നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഖത്തറിലായിരുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലൈൻ്റൊക്കെ ആയി. ദെൻ ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് കമ്പനി വന്നിട്ട് നമുക്ക് കോൺട്രാക്റ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമില്ല. ഈ വന്ന വർക്കുകളൊക്കെ മാനേജ് ചെയ്യണമല്ലോ, അത് തന്നെ ചെയ്യാൻ തിരക്കായി. അത് തന്നെ നല്ല ടൈറ്റ് ഷെഡ്യൂൾഡായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഖത്തറിൽ ആ സമയത്ത് വേൾഡ് കപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല മാർക്കറ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് പിന്നെ നമ്മൾ ലെറ്റ്സ് ഫിക്സ് ദിസ് കൺസൾട്ടിങ്, അതിലെന്തൊക്കെ ആഡ് ഓൺ ചെയ്യാന്നുള്ളത്. അപ്പം നമ്മളിപ്പം മിഡിൽ ഈസ്റ്റിൽ എക്സിക്യൂഷൻ കഴിയുക, കൺസ്ട്രക്ഷൻ കഴിയുക, ബാക്കി എല്ലാ കൺസൾട്ടിങ്ങും കൊടുക്കാൻ തുടങ്ങി. സോ ദാറ്റ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഖത്തറിലുണ്ട്. ഖത്തറിലുണ്ട്, UAE യിലുണ്ട്, സൗദിയിലൊക്കെ നമുക്കിപ്പം ക്ലൈൻ്റ് ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ സൗദി ബിൻ ലാദൻ, L&T നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, SCDCO, സൗദി കൺസ്ട്രക്ഷൻ കമ്പനി, അവരിപ്പം നമ്മളുടെ ക്ലൈൻ്റാണ്. വെരി ഗുഡ്. അങ്ങനെ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലൈൻറ്റുകൾ നമുക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം ട്രെയിനിങ്ങിലേക്ക് എങ്ങനെ വന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? അതെ, ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ എങ്ങനെ ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് എത്തിയത്. സോ നമ്മളുടെ ഒരു വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ വി ആർ ഓപ്പറേഷൻ ഇൻ കേരള എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാൻ പവർ കിട്ടുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, സിവിൽ എഞ്ചിനീയേഴ്സ് എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോബില്ല, നമുക്കെന്താണ് ജോലി കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആണ് എപ്പോഴും. സിവിൽ എഞ്ചിനീയേഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ജോലി കിട്ടില്ല, അവർ IT പോകും, അല്ല സെയിൽസ്മാനായിട്ട് പോകും. ആസ് എ എംപ്ലോയർ നമുക്ക് നല്ലൊരു മാൻ പവറിന് കിട്ടുന്നില്ല. എക്സാക്ട്ലി, അത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. കറക്റ്റായിട്ടുള്ള ഒരു എംപ്ലോയിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. ഇപ്പോൾ നമുക്ക് പറ്റുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അപ്സ്കില്ലിങ് ചെയ്തു വരുന്ന ആൾക്കാരെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതർവൈസ് നമുക്കൊരു ഇഷ്യൂ ഉണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ. നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ വരും. കാരണം വെച്ചാൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരു 6 മാസം പണിയെടുക്കും. 6 മാസം പണിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ എംപ്ലോയർ നമ്മൾ അവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അവരാ ഡെവലപ്പ് ചെയ്ത് അവരുടെ പ്രൊഫഷണലൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഡയറക്റ്റ് ക്ലൈൻ്റായിട്ട് വർക്ക് ചെയ്യണ ഒരു വീടിൻ്റെ ഓണറിൽ ഒരു സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണത് പോലെയല്ല നമ്മളൊരു മിഡിൽ ഈസ്റ്റിലുള്ളൊരു ക്ലൈൻ്റായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ. വി ഷുഡ് ബി പ്രൊഫഷണൽ. നമ്മളുടെ ബിഹേവിയറിലാണെങ്കിലും നമ്മളുടെ ക്യാരക്ടറിലാണെങ്കിലും നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരാളോട് കണക്ട് ചെയ്യുമ്പോൾ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അപ്പം അവിടെ റെഡ് മാർക്ക് ചെയ്യും. അവർ കുറച്ചും കൂടി ഇമോഷണലാണെന്ന് നമ്മൾ പറയും. സോ നമ്മൾ ഇനീഷ്യലി ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ട് ഇവരൊരു 6 മാസം കൊണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോകും. അവർക്ക് ഈ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോകും. സോ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. മിഡിൽ ഈസ്റ്റിൽ പേ സ്കെയിൽ കൂടുതലാണ് കമ്പയർ ടു കേരള. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ മോഡിൽ അങ്ങനെ ആക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ക്ലയൻറ്റിന് ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സർക്കിൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സക്സസ് ഡെലിവറി കിട്ടുന്നില്ല. ഒരാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നിന്നൊരു ഡെലിവറി നമുക്ക് കിട്ടുന്നില്ല. സോ ഡെലിവറി കിട്ടാത്തതുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റ് മാനേജ് ചെയ്യാം. അപ്പം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ട്രെയിൻ സംവൺ. ഒരു 6 മന്തിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 6 മാസം നമ്മൾ അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ടോപ്പ് ആൾക്കാരെ കിട്ടും. അങ്ങനെയായിരുന്നു നമ്മൾ അപ്സ്കില്ലിങ്ങിൻ്റെ ഒരു QSൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ആൾക്കാർക്ക് QS പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ സക്സസ് ആയിട്ട് ട്രെയിനിങ്ങിലേക്ക് നമ്മൾ എൻട്രി ചെയ്തത്. ഓക്കെ, സോ അവർ വിഷൻ ഈസ് ഹൗ ടു ഡു ദിസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എൻ്റെ കമ്പനിയിലേക്ക് ഒരാളെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, അത് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്.
പല പല കമ്പനീസിലെ ആൾക്കാർക്ക് വേണം. കറക്റ്റാണ്. അത് നിങ്ങൾ സൊസൈറ്റിനോട് ചെയ്യുന്ന ഒരു സർവീസും കൂടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവർക്കും നല്ലൊരു കാര്യമായിരിക്കും. ആസ് എൻ എംപ്ലോയർ അല്ലെ കമ്പനി നടത്തുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കും അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണത്. ഇപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫീൽഡിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫീൽഡിലൊക്കെ ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ് AI വരുന്നു എന്നുള്ളൊരു സാധനം. പുലി വരുന്നത്. അപ്പോൾ അതുമായിട്ട് നിങ്ങളൊരു വളരെയധികം ഹാപ്പിയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ വരിക എന്നുള്ളത്. ഈവൻ സിവിൽ എഞ്ചിനീയറിംഗിൽ വരിക എന്നുള്ളതിൽ വളരെ ഹാപ്പിയാണ്. നമ്മൾ ഓരോ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് 1 by 1 ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷനിൽ നോക്കുമ്പോൾ പല ആൾക്കാരും പറയാം ഇത് ഓൾഡ് ജെൻ പഴയ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യണത്, നിങ്ങൾക്ക് എന്തറിയാം, നമ്മൾ ടെക്നോളജിയൊക്കെ വളർന്നാലും നിങ്ങൾ ഈ കോൺക്രീറ്റ് വെച്ച് കളിക്കല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് പല ആൾക്കാരും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൻ ആൻഡ് പേപ്പറിൽ തുടങ്ങിയതാണ്, അത് പിന്നെ ഓട്ടോക്കേഡായി, ഇപ്പം റെവിറ്റായി, അതിൽ 3D വിഷ്വലൈസേഷനായി, ഇപ്പം VR ആയി. ഇതൊക്കെ നമ്മളെ ഒരു സിവിൽ എഞ്ചിനീയറാണെങ്കിൽ AI നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ശരിക്കും. നമ്മൾ ഡെവലപ്പ് ചെയ്ത് ടെക്നോളജി ഇങ്ങനെ കയറി വരികയാണ്. സോ ഇത് പല ആൾക്കാർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം BIM മോഡലിംഗ് നമ്മൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർസാണ് BIM-ൽ വരുന്നത്. അത് എന്താ പറയുക, വി ആർ ഹാപ്പി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിറ്റക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. കറക്റ്റ്. ഇപ്പം അത് വേണ്ട. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്ത് നോക്കുന്ന ഐ എം നോട്ട് ഷുവർ. ഇപ്പം റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കണക്ട് ചെയ്യായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് വരച്ചിട്ട്. അപ്പോൾ എൻ്റെ കസിൻ തന്നെയാണ് അയാൾ വെച്ച് ഇതിൻ്റെ വ്യൂ നമുക്ക് എങ്ങനെയാണ് അത് ശരിയാവൂലേ എന്നൊക്കെ ഉള്ളെങ്കിൽ ചോദിക്കുമ്പോൾ അവിടെ ഉള്ളൊരു ജൂനിയർ എഞ്ചിനീയറാണ്. ജസ്റ്റ് ഗൂഗിളിലെ മെറ്റൽ AI ഞാനിങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇവിടെ ഇത്ര സൈസിൽ വിൻഡോ ഉണ്ടെന്ന് പ്രോംപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാകും കാണാൻ. അത്ര എളുപ്പമായി കാര്യങ്ങൾ. വി വെർ ഷോക്ക്ഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ AI എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏത് പ്രൊജക്റ്റിലാണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ ശരിക്കും? സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു പ്രശ്നമല്ല, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ അല്ല എയ്ഡ് ചെയ്യാനോ പറ്റുന്ന ഒരു സാധനമായിരിക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പെൻ ആൻഡ് പേപ്പറിൽ നിന്ന് ഇവിടെ വരെ എത്തുക എന്ന് പറഞ്ഞൊരു ജേണി ഉണ്ടല്ലോ. അതേപോലെ ഇപ്പോൾ ഒരു 25 വർഷം മുമ്പത്തെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വന്നത്. ആൾക്കാർ അതിനൊക്കെ എതിർത്തു. ആ ഒരു സാധനം AI-യുടെ കേസിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജോബ് പോകുന്നുള്ള എല്ലാവർക്കും ആക്ച്വലി ഇത്രത്തോളം മനുഷ്യൻ്റെ ലൈഫ് ഈസി ആക്കുന്ന സാധനമാണിത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇപ്പോൾ നമുക്ക് വളരെ ലൈഫ് ഈസി ആക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഒരു സാധനമല്ല ഈ AI. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ. ഒരു ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ക്ലയൻസിന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു ഇഷ്യൂ ആയിരുന്നു. ഇഷ്യൂ ഇൻ ദ സെൻസ് നമുക്ക് ഒരു ദിവസം ഒരു 10, 15, 20 ലീഡ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ എക്സിസ്റ്റിംഗ് എംപ്ലോയി സ്ട്രെങ്ത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു 48 ഹവേഴ്സിനകത്ത് കൊട്ടേഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു പോളിസി. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിങ്ങോ സെയിൽസ് അങ്ങനെ എന്താ ചെയ്യുമ്പോൾ നമുക്കൊരു 1000-2000 ലീഡ്സൊക്കെ ഒരുമിച്ച് വരും. ഈ 1000-2000 ലീഡ്സിന് നമുക്ക് അടുത്ത 48 ഹവേഴ്സിൽ കൊട്ടേഷൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ മനുഷ്യന്മാരെ കൊണ്ട് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ 1000 ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 ദിവസത്തിലൊക്കെ പറ്റുള്ളൂ. അപ്പോഴേക്കും പല പ്രൊജക്ട്സും തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ഞാനൊരു ചെറിയ ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഒരു കൊട്ടേഷൻ ബിൽഡർ ഉണ്ടാക്കി. എനിക്ക് ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എനിക്ക് കുറച്ച് പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു സാധനം ഉണ്ടാക്കി തന്നു. കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കി തന്നു. ഭയങ്കര എളുപ്പമായി. ഇപ്പോൾ എൻ്റെ സ്റ്റാഫ്സും ഭയങ്കര ഹാപ്പിയാണ് ആ കേസിൽ. അവരുടെ പണി വളരെ എളുപ്പമാണ്. അവർക്കിപ്പോൾ സൈസ് മാത്രം അടിച്ചു കൊടുത്താൽ മതി, കാര്യങ്ങളൊക്കെ വരാണ്. സിമ്പിളാണ്. ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ വിഷ്വലൈസേഷനിലെക്കാട്ടും കൂടുതൽ ബില്ലിംഗ് ആണെങ്കിലും അതിൻ്റെ ട്രാക്കിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് AI ഭയങ്കര ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ജാവേദ്, ഞാനും നീയും കുറേ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ ഈ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വിഷ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ യൂസ്ഫുള്ളായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. സോ ഇനീഷ്യലി നമുക്ക് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഫ്രഷർ നമ്മളൊരു BTech കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സിവിൽ എഞ്ചിനീയേഴ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് സിവിൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കോർ ബ്രാഞ്ചസ്. അതായത് നമ്മളുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരാണ്. അവർക്ക് പല ആൾക്കാർക്കും കരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള വളരെയധികം
ഡൗട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ഓഫ് കോഴ്സ് ജാവേദ് ഒരു ദിവസം ഫ്രഷറായിരുന്നു, കറക്റ്റ്, എന്നിട്ടാണ് ഫീൽഡിലേക്ക്, ഈവൻ ഞാനാണെങ്കിലും ഫ്രഷറായിരുന്നു, എന്നിട്ടാണ് ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇനി ഈ മാർക്കറ്റിലേക്ക് വരുന്ന, ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് ജാവേദിന് എന്തൊക്കെയാണ് പറയാനുണ്ടാവുക? ഇപ്പോൾ ആസ് എ ഫ്രഷർ നമ്മൾ നോക്കുന്ന 2-3 കാര്യങ്ങളുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എത്ര കാശ് കിട്ടും, പേ എത്ര ഉണ്ടാവും, സാലറി എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. 2, നമുക്ക് എത്ര ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള സാധനമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 3 വർഷമെങ്കിലും നമ്മളാരും കാശിൻ്റെ പിന്നാലെ പോരുത്. നമുക്കൊരു ഒരു ഒരു പണി പഠിക്കുക എന്നുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ടൈം. ഒരു 3 വർഷം എന്നുള്ളത് കോളേജിലൊക്കെ അപ്പോൾ ബി.ടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഇതാണ്, ബി.ടെക് കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല, എന്നെക്കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്യാവശ്യമൊക്കെ ആയി എന്നൊക്കെ തോന്നി. എന്നിട്ട് ഞാനൊരു വർഷം വർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ PG ചെയ്യാൻ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അന്ന് മുതലാണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ് നെവർ എൻഡ്സ്. എൻ്റെ മനസ്സ് ഓപ്പൺ ആവുന്ന സത്യം പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ്. എനിക്കൊന്നും അറിയില്ല എന്നുള്ളതും നമ്മൾ മരിക്കുന്നത് വരെ പഠിക്കേണ്ടി വരും എന്നുള്ളതും പഠിക്കണമെന്നുള്ളതും എനിക്ക് അന്നാണ് ബോധ്യപ്പെടുന്നതും കാര്യങ്ങളാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ ഒരു 3 വർഷമെങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാർ ഫ്രഷേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി കാശും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വന്നോളും. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് PG കാര്യങ്ങളോ ചെയ്യാം. ഇപ്പോൾ ഈ 3 വർഷക്കാലത്ത് നമുക്ക് ആദ്യം 1 വർഷം കഴിയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു പിക്ചറൊക്കെ കിട്ടും, ഇന്നതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ QS ഉണ്ട്, പ്രോജക്റ്റ് പ്ലാനിങ് ഉണ്ട്, കോൺട്രാക്റ്റിംഗ് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രഷറായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, അല്ല പഠിക്കുന്ന കാലത്തും എനിക്ക് തോന്നിയിരുന്ന കാര്യമാണ്, എൻ്റെ വിവരക്കേടായിരിക്കാം, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട പണികളാണ്, സൈറ്റ് എഞ്ചിനീയർ എന്നുള്ളതാണ്. അതിപ്പോഴും പല ആൾക്കാർക്കുണ്ട്. അത് വളരെ എന്താ പറയുക, അതൊന്നും അല്ല. അത് EPCയിലെ സിയിൽ വരുന്ന ചെറിയൊരു പോർഷൻ, EPC എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷനിൽ വരുന്ന ചെറിയൊരു സാധനം മാത്രമാണെന്ന് മനസ്സിലാവുന്നത് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ഈ എൻജിനീയറിംഗ് എന്താണെന്നും എന്താണെന്നും C എന്താണെന്നും പഠിച്ചു കഴിഞ്ഞാൽ ഓരോന്നിലും അത്രയ്ക്ക് ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈലായിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ എഞ്ചിനീയറിംഗിലാണ് നിങ്ങൾ കൺസൾട്ടൻസി കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് സംഗതികൾ, അതിൽ തന്നെ സ്ട്രക്ചറിലുണ്ട്, പല ടൈപ്പ് സാധനങ്ങളുണ്ട്, എൻവയോൺമെൻറ്റിലുണ്ട്, നമ്മൾ കാണുന്ന ട്രാൻസ്പോർട്ടേഷനുണ്ട്, ഇഷ്ടം പോലെയാണ്. അത് കഴിഞ്ഞ് പ്രൊക്യൂർമെൻറ്റിലേക്ക് വരുമ്പോൾ കോൺട്രാക്ട്സ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങൾ. സിയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് അതിനെക്കുറിച്ചൊന്നും കൂടെ ഒന്ന് അവെയർ ആവുകയും നമ്മളുടെ ഫീൽഡ് ഏതാണെന്ന് ഒന്നും കൂടെ ഒന്ന് ബോധ്യപ്പെടുന്നതും, അല്ലെങ്കിൽ അവരവരുടെ ഫീൽഡ് ഏതാണെന്ന് ഒന്നും കൂടി ഒന്ന് മനസ്സിലാവുന്നതും നന്നാവും. അതിനുശേഷം PG ചെയ്യുക, അപ്സ്കില്ലിങ് ചെയ്തിട്ട് അതിനകത്തേക്കുള്ളൊരു പാത്ത് തുടരുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. ഗ്രേറ്റ്. ജാവേദ് പറഞ്ഞല്ലോ കോളേജ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത്. അതെ, അതിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയ സൗദിയിലാണ്. നല്ല സാലറി, ഓക്കെ, 5,000 റിയാൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏകദേശം 70,000 INR ഉണ്ട്. ഇവിടെ 15,000 5,000 സാലറി വാങ്ങുന്ന സമയത്താണ് ഞാനൊരു പേ സ്കെയിൽ പോകണം. സോ എൻ്റെ മനസ്സിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. ഭയങ്കര അഹങ്കാരം എന്ന് പറഞ്ഞാൽ 22ാമത്തെ വയസ്സിൽ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 70,000 രൂപ 15 വർഷം മുമ്പേ അക്കൗണ്ട് കിട്ടുന്ന ആളായിരുന്നു. അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു എനിക്കെല്ലാം അറിയാം, എന്നെ ഇവരെ ഹയർ ചെയ്തത് എൻ്റെ ഭയങ്കര ക്വാളിറ്റി കാരണമാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയി. എൻ്റെ മാനേജർ വളരെ സപ്പോർട്ടീവായിരുന്നു. ആ മാനേജർ എൻ്റെ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഞാൻ അവിടെ പോയി, ആദ്യം എന്നോട് കോൺട്രാക്റ്റ് വായിക്കാൻ പറഞ്ഞു. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 3000 പേജ് ഉണ്ട് മൊത്തത്തിൽ. അതൊരു നോമ്പിനാണ്, വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഞാൻ കോൺട്രാക്റ്റൊക്കെ വായിച്ച് ആകെ തലയൊക്കെ കറങ്ങി. ഞാൻ അവസാനം പറഞ്ഞു എനിക്കത് പണിതാ, ഞാൻ ഇങ്ങനെ വായിച്ചിരിക്കുന്നതൊക്കെ ഉള്ളതായിരുന്നു. എന്നോട് പറഞ്ഞു ക്ലാഡിങ്ങിൻ്റെ വർക്ക് ക്വാണ്ടിറ്റി എടുക്കണം. എനിക്ക് QS എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. QS എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞല്ലോ, കോളേജിലെത്തിയപ്പോഴാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ പോയി ഞാൻ ക്ലാഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം പോയി ക്വാണ്ടിറ്റി എടുത്തു. അഹങ്കാരം, ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് തീർത്ത് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ പോയപ്പോൾ ചോദിച്ചു ഇത് എങ്ങനെ എടുത്ത് ചോദിച്ചു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ടൈലിൻ്റെ ക്വാണ്ടിറ്റി എടുത്തോ? ഇല്ല, പോയി എടുത്തിട്ടോ. അത് എൻ്റെ എടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു
ഇതിൻ്റെ വെർട്ടിക്കലി വരുന്നതിൻ്റെ കവർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്തില്ല ഇപ്പോൾ എടുത്തിട്ടോ. ഞാൻ ആ വർക്ക് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 12 തവണ ഞാൻ റിവൈസ് ചെയ്തു. അന്ന് തന്നെ എൻ്റെ അഹങ്കാരം മൊത്തം മാറിക്കഴിഞ്ഞു. അന്ന് ജാവേദ് പറഞ്ഞത് തന്നെ ലേണിംഗ് നെവർ എൻഡ്സ്, ആ ഒരു മൈൻഡ്സിൽ ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങി. സോ പല ആൾക്കാർക്കും എന്താണ് ഒരു ഇൻഡസ്ട്രിനെ പറ്റി കയറുമ്പോൾ ഇതേപോലെ തന്നെയാണ്, നമ്മൾ പഠിച്ചെടുക്കുക. പിന്നെ ഞാൻ ഈ സാലറിയോ അല്ലെങ്കിൽ പൈസയോ അല്ല ഫസ്റ്റ്, നമ്മളുടെ ക്വാളിറ്റിയും നമ്മളുടെ നോളജും ആണ് ഫസ്റ്റ് എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. QS എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ, ഇതൊരു കൊമേഴ്ഷ്യലും ലീഗലും ഒക്കെ ക്ലബ്ബായതുകൊണ്ട് തന്നെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടാവും, പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടാവും. അത് ആസ് എ ബിസിനസ് മൈൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്കത് കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ട് ഞാൻ വാച്ച് നോക്കിയിട്ട് വർക്ക് ചെയ്ത് നിർത്തി. കറക്റ്റ്. അപ്പോൾ എനിക്കിപ്പോൾ ഫ്രഷായിട്ട് വരുന്ന ഒരാളടുത്ത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയിൽ നിങ്ങളുടെ വാച്ച് നോക്കിയിട്ട് രാവിലെ ഓഫീസിൽ പോയിട്ട് 9 മണി, ഓക്കെ 9 മണിക്ക് എത്തി, 11 മണി ഒരു ചായ അടിച്ചിട്ട് വന്നാലോ, ഇതെന്താ ഉച്ചയാകത്ത് 1 മണിയാകാത്തത്, 1 മണി 1 മണിയായി ചോറ് കഴിച്ചിട്ട് വരാമല്ലോ, 2 മണിക്ക് കയറാം, 2 മണിയായോ, പിന്നെ 4 മണിക്ക് തുടങ്ങാം, 5 മണിയായോ 5 മണിയായോ. ഈ മൈൻഡിലാണ് ഒരു ഫ്രഷർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് വർക്ക്. അത് നിർത്തിയേക്കുക. അതെന്ന് വെച്ചാൽ അവരുടെ കപ്പ് ഓഫ് ടീ അല്ല അത് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻട്രസ്റ്റും നമ്മളുടെ സ്ട്രെങ്ത്തും അലൈൻ ചെയ്യുന്ന എവിടെയാണോ അവിടെ വേണം നമ്മൾ വർക്ക് ചെയ്യാൻ.